അനുമോളും അമ്മയും ചേച്ചിയും നൂറയും ആദിലയും കൂടെ ഗാർഡൻ ഏരിയയിലുള്ള സോഫയിലിരുന്ന് സംസാരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളൊക്കെയാണ് അവർ നാട്ടിലെ വിശേഷങ്ങളൊക്കെയാണ് പറയുന്നത്. അനുമോള് പറയുന്നു കുറേ കല്യാണങ്ങളുണ്ടായിരുന്നു, അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് പറയുന്നു അവരുടെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങൾ പോയായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നു. ഓരോരുത്തരുടെ ആയിട്ട് പേര് പറയുന്നുണ്ട്. ഓരോരുത്തരുടെ കല്യാണം എന്നിട്ട് ആദിലെടുത്ത് പറയുന്നു കുറേ കല്യാണം ഉണ്ടായിരുന്നെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നു കരയെല്ലാം നീ കരയെന്ന് കാണുമ്പം ചേട്ടനൊക്കെ ടി വി കാണുന്നിടത്തുനിന്ന് എഴുന്നേറ്റ് പോകുമെന്ന് പറയുന്നു. ആണോ, അയ്യോ എന്നൊക്കെ പറയാം. ഇനി ഞാൻ കരയത്തില്ല. അന്നേരം ചേച്ചിയും പറഞ്ഞു കൊടുക്കുന്നു ഇനി കരയില്ലെന്ന്. ഇങ്ങനെ എല്ലാവരും വിളിച്ചിട്ട് പറയും നീ ഇങ്ങനെ ഇരുന്ന് കരയുന്നെന്നൊക്കെ. അപ്പം നമ്മളുടെ അടുത്ത് കാണും. അപ്പം ഭയങ്കര ദേഷ്യമാണ് അത് വരുന്നത്, നീ ഇങ്ങനെ കരയുന്ന കാണുമ്പോഴെന്നൊക്കെ പറയുന്നു. ആണോ എന്നൊക്കെ അനു ചോദിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾക്കൊരു ഫ്രണ്ട്സ് ഗ്രൂപ്പുണ്ട്, അതിനകത്ത് ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പറയും. അനുവിനെ ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് സങ്കടമാകും. നമ്മുടെ കുട്ടിയെ വേറൊരാൾ പറയുമ്പോൾ നമുക്ക് സങ്കടമാകത്തില്ലേ എന്ന് ആദിലയോട് പറയുന്നത്. എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വരുന്നു, ആദില ഇങ്ങനെ കാണിക്കും, ആദില കുറച്ച് ഓവറാണെന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞു ഈ ആഴ്ച അങ്ങ് പോകണോ ആദില എന്നൊക്കെ ഇരുന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ആദില ഇരുന്ന് ചിരിക്കുന്നു. അയ്യോ. പിന്നെ ചേച്ചിയുടെ മോൻ്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. മോനിപ്പോൾ എല്ലാവരോടും പറയുന്നത് എനിക്ക് 59 വയസ്സുണ്ടെന്നാണ്. എന്നുവെച്ചാൽ 30 വയസ്സുള്ളൊരു മോളുടെ അമ്മയാണെന്നല്ലേ പറയുന്നത്. പിന്നെ നിവിനെക്കുറിച്ച് പറയുന്നത് നിവിൻ എന്ത് രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിവിനെ, എന്ത് രസമായിട്ടാണ് ഗെയിം കളിക്കുന്നതെന്നൊക്കെ പറയുന്നത്. നിവിൻ്റെ സംസാരവും കാര്യങ്ങളും എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് ചേച്ചി പറയുന്നത്. പിന്നെ മാട്രിമോണിയിൽ കല്യാണത്തിന് രജിസ്റ്റർ ചെയ്തതിനെ പറ്റി പറയുന്നത് എനിക്ക് ഒരുപാട് നോട്ടിഫിക്കേഷനാണ് വരുന്നതെന്ന് പറയുന്നത്. അനുമോൾ പറയുന്നത് എനിക്ക് 2 വർഷം കഴിഞ്ഞ് മതി കല്യാണം. അതിനെപ്പറ്റി കുറേ നേരം ഇരുന്ന് സംസാരിക്കുന്നു. ആദിലേയും നൂറടുത്തും പറയുന്നത് നിങ്ങൾ നാട്ടിൽ വരുമ്പം വരണം, 2 ദിവസം തിരുവനന്തപുരത്ത് നിൽക്കണം, ഞങ്ങളുടെ വീട്ടിൽ നിൽക്കണം, നമുക്ക് ട്രിവാൻഡ്രം മൊത്തം ചുറ്റി അടിച്ച് കാണാമെന്നൊക്കെ പറയുന്നു. അനുമോളുടെ ചേച്ചി ആദിലയോട് ചോദിക്കുന്നുണ്ട് വീട്ടിൽ നിന്ന് ആരും വരാത്തതിൽ വിഷമമുണ്ടോ എന്നൊക്കെ. അപ്പം പറഞ്ഞ് ഇല്ല, നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ല, വിഷമമൊന്നുമില്ല. ഇവിടുന്ന് വിളിച്ചിരുന്നു എന്ന് ആദില പറയുന്നു. എൻ്റെ വീട്ടിൽ വിളിച്ചപ്പം അവർ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത്. നൂറയുടെ വീട്ടിൽ എടുത്തില്ലെന്ന്, ഫോൺ ആൻസറേ ചെയ്തില്ലെന്ന് പറയുന്നു. പിന്നെ അനുമോളുടെ അമ്മ പറയുന്ന അച്ഛനോടൊന്ന് പറയണേ എന്ന് പറയണം, അച്ഛനോട് മോളൊന്ന് സംസാരിക്കണേ ക്യാമറയെ നോക്കിയിട്ടെന്ന് പറയുന്നു. അപ്പോൾ അച്ഛനോട് മാത്രമല്ല എല്ലാവരോടും സംസാരിക്കാം, എല്ലാവരോടും പറയാം, ചേച്ചിയുടെ മോനെയും കുട്ടികളെയും ബന്ധുക്കളെയും കുടുംബക്കാരെയും പ്രേക്ഷകരെയും എല്ലാവരോടും പറയാമെന്നൊക്കെ പറയുന്നു. എന്നിട്ട് മറന്നു പോലും, പിന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറന്നുപോയി, ഇപ്പോൾ തന്നെ പറയണമെന്ന് പറയും. പിന്നെ അവർ എഴുന്നേൽക്കുന്നു, ബിഗ് ബോസ് ഇറങ്ങാൻ സമയമാകുന്നെന്ന് പറയുന്നു. അപ്പം ക്യാമറയെ നോക്കിയിട്ട് അനുമോള് പറയുന്നുണ്ട് അച്ഛാ, എല്ലാവരുടെയും പേര് പറയുന്നു, കുറേ പേരുടെ പേര് വിട്ടുപോയിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു ഞാനിവിടെ സന്തോഷമായിട്ടിരിക്കുക, ഇനി കരയത്തില്ല എന്നൊക്കെ പറയുന്നു അച്ഛനോട്. ഞാൻ വരട്ടെ, എന്നിട്ട് നമുക്ക് മുട്ടിൻ്റെ കാര്യമൊക്കെ കാണിക്കാമെന്നൊക്കെ പറയുന്നു. ബിഗ് ബോസ് അനുവിൻ്റെ ഫാമിലിക്ക് പോകാൻ ടൈമായെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് എല്ലാവരും ഇറങ്ങി വരുന്നു. അമ്മയും ചേച്ചിയും വന്ന് എല്ലാവരോടും യാത്ര പറയുന്നു. അമ്മ എല്ലാവരെയും ഹഗ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്ന അനീഷിനോട് ചേച്ചി പറയുന്നത് ഞങ്ങളുടെ കൊച്ചിനെ ഇനിയൊന്നും പറയില്ലെന്ന്. അപ്പോൾ അനീഷ് ചിരിക്കുന്നു, അയ്യോ എന്നെ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് ചിരിക്കുന്നു. എന്നിട്ട് അനീഷ് പറയുന്നത് അച്ഛനോട് അന്വേഷണം പറയണേ അമ്മയെന്ന് പറയുന്നത്. അപ്പോൾ അനുമോൾ അമ്മയ്ക്ക് വാക്ക് കൊടുക്കുന്നത് എനിക്കറിയത്തില്ലെന്ന്. എന്നിട്ട് ചേച്ചി വെറുതെ ചോദിക്കുന്നത് എന്തെങ്കിലും അഡ്വൈസ് തരാനുണ്ടോയെന്ന്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ഞാൻ തരാമെന്ന്. അത് കേട്ട് ചിരിക്കുന്നു എല്ലാവരും കൂടെ. എന്നിട്ട് വന്ന് എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കുന്നു. ആര്യൻ അമ്മയോട് പറയുന്ന അമ്മ എനിക്ക് വോട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അനുമോൾ പറയുന്നു അമ്മയുടെ മോക്ക് ചെയ്തതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ ചെയ്യാമെന്ന് പറയുന്നു. പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തോടെ അവരെ യാത്രയാക്കുകയാണ്. ഒരുപാട് ഉമ്മ കൊടുക്കുന്ന അനുമോളുടെ അമ്മ അനുമോക്ക്. ആര്യൻ പറയുന്നു എത്ര ഉമ്മയാണ് കൊടുത്തത്, ഞാൻ എണ്ണിയത് തന്നെ 12 എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ ജിസേൽ വന്ന് അനുമോക്ക് നിറയെ ഉമ്മ കൊടുക്കുന്നു. അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ.